എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തുക നിക്ഷേപം നടത്താൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കായിരുന്നത്? സർക്കാരിന് സ്റ്റേക്കില്ലേ? സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഇത്രയും കോടി രൂപ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ അനുമതി പോലും മേടിക്കാതെ ബോർഡ് യോഗം പോലും കൂടാതെയാണ് ഈ തീരുമാനമെടുത്ത് വളരെ വേഗത്തിൽ അതിന് മുമ്പിട്ടിരുന്ന ഈ ബാങ്കിലെ നിക്ഷേപം കൊണ്ടുപോയി അവിടെ ഇട്ടത്. ഇത് നല്ല അഴിമതിയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരവും രാഷ്ട്രീയവുമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ബോർഡ് ഇത് അറിഞ്ഞിട്ടില്ല. ബോർഡ് കൂടിയിട്ടില്ല. ബോർഡ് കൂടുന്നതിന് മുമ്പ് ഈ നിക്ഷേപത്തിനുള്ള തീരുമാനമായി. ഞാനത് കഴിഞ്ഞ ദിവസം ബോർഡ് കൂടിയതിൻ്റെ ഡേറ്റ് പറഞ്ഞു. ബോർഡ് കൂടിയതിൻ്റെ ഡേറ്റിന് വളരെ മുമ്പ് തന്നെ, ബോർഡ് കൂടുന്നതിന് മുമ്പ് തന്നെ ഈ തീരുമാനമെടുത്ത് ഈ പണം നിക്ഷേപിച്ചു. ഇതിപ്പോൾ ലാസ്റ്റാണ് നമ്മൾ പറയുന്നത്. നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടും. സംസ്ഥാനത്തിന് 102 കോടി രൂപ നഷ്ടപ്പെടുത്തിയ കേസല്ല, അതിന് ഉത്തരം പറയണ്ടേ? അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. അന്ന് പറഞ്ഞത് AA+ ഉണ്ടെന്നാണ്. ഒറ്റ മറുപടിയാണ്. ഏത്? ഈ സ്ഥാപനത്തിൽ. അപ്പോഴാണ് ഞങ്ങൾ ആ AA+ കൊണ്ടുവന്നിട്ട് അത് ക്രെഡിറ്റ് വാച്ച് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഈ അനിൽ അംബാനിയുടെ ഈ സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനങ്ങൾ അപകടത്തിലാണ്. നമ്മളൊരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ പോകുമ്പോൾ 2-3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ പാരൻറ്റ് ബോഡി, മാതൃസ്ഥാപനം. 2, സഹോദര സ്ഥാപനങ്ങൾ. 3, ഈ സ്ഥാപനത്തിൻ്റെ 3 വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റ്. ഈ കമ്പനി തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ കമ്പനി മാതൃ കമ്പനിയിൽ നിന്ന് വിഭജിച്ച് ഈ കമ്പനി തുടങ്ങിയിരിക്കുക. മാതൃ കമ്പനി വെള്ളത്തിലായപ്പോഴാണ് വീണ്ടും ആളുകളെ പറ്റിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കമ്പനി. അതറിയാലോ നിങ്ങൾ, കോർപ്പറേറ്റുകൾ ഇങ്ങനെ പുതിയ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും പുതിയ കമ്പനികൾ ഫ്ലോട്ട് ചെയ്യുകയും. ഇപ്പോൾ ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ അദാനിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, പല ഷെൽ കമ്പനികൾ ഉണ്ടാക്കും, പല നിക്ഷേപങ്ങൾ ഇവർ സ്വീകരിക്കും, പണം കിട്ടിക്കഴിയുമ്പോൾ അതങ്ങോട്ട് മാറ്റും, വേറെ വഴിക്ക് മാറ്റും. അങ്ങനെയാണ് ഇത് എല്ലാം തകർന്നത്. ഞാൻ പറയുന്നത് ഒരു സാമാന്യ യുക്തിക്ക് അന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിലും എല്ലാം അനിൽ അംബാനിയുടെ കമ്പനി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത വരികയാണ്. 50,000 കോടിക്ക് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് ഈ കമ്പനിക്കെതിരായി. അപ്പം തന്നെ ഇവരവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക വിദഗ്ധനായ ധനകാര്യ മന്ത്രിയായിരുന്നു അന്നുണ്ടായിരുന്നു, അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇല്ല, അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല, അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുകയാണ്. അദ്ദേഹം ഈ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയിരുന്നു എങ്കിൽ ഈ ക്രെഡിറ്റ് ഏജൻസി AA+ കൊടുത്ത ക്രെഡിറ്റ് ഏജൻസി എന്തുകൊണ്ടാണ് AA+ കൊടുത്തതെന്നും എന്തിനാണ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് എന്ന് എഴുതി വെച്ചതെന്നും അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കൊണ്ടുപോയി ഇതുപോലത്തെ കമ്പനി കമ്മീഷൻ മേടിച്ചിട്ട് ചെയ്തതാണ്.